ഈ മാസം 29-ന് ഹാജരാവാനാണ് വീണയ്ക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ SFIO റിപ്പോർട്ടിന്റെ 134 അനുബന്ധ രേഖകൾ ഇഡിക്ക് ഇന്നലെ ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ചോദ്യം ചെയ്യലിനെത്താൻ ആവശ്യപ്പെട്ടത്. രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എക്സാലോജിക് CMRL-ന് നൽകിയ സേവനം, CMRL നിന്ന് ലഭിച്ച പണം എന്തു ചെയ്തു എന്നീ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു ചോദ്യം ചെയ്യൽ. 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വിട്ടയച്ചു. എന്നാൽ അടുത്ത ആഴ്ച വീണ്ടും ഹാജരാകണം. വീണ ടിക്കെതിരായ അന്വേഷണത്തിൽ LDF-ന് എതിർപ്പില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നും CPIM-നെതിരായ ആക്രമണം അംഗീകരിക്കില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എക്സാലോജിക്കും CMRL പ്രശ്നം രണ്ടും 2 കമ്പനികളാണ്. ആ 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ കമ്പനികൾ തമ്മിൽ തീരണം. അതാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിണറായി വിജയന്റെ വീട്ടിൽ പോയിട്ട് പിണറായി വിജയനെ തടഞ്ഞു വെക്കേണ്ട കാര്യം എന്താ? വീണയാണ് പ്രശ്നമെങ്കിൽ വീണയെ തടഞ്ഞു വെച്ചോട്ടെ, വീണയെ ചോദ്യം ചെയ്തോട്ടെ, അതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണ സേവനവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചെങ്കിലും വീണയ്ക്ക് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. കേസിൽ CMRL അധികൃതരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി. MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, മകൾ ഷിബി S കർത്ത, മകൻ ശരൺ S കർത്ത എന്നിവരടക്കം 6 പേരെയാണ് ചോദ്യം ചെയ്തത്. ഇവരെയും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. 24 കൊച്ചി.